ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു വിളവെടുപ്പ് എന്താണെന്ന് അറിയാമോ? ഞാൻ നട്ട ഇതാണ് വാഴ, ഒരു പൂവൻ വാഴ. കണ്ടോ, ഇതിന് കുഞ്ഞും എല്ലാം വന്ന് കുലച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാഴക്കൂമ്പ് വെട്ടിയാലോ ഇന്ന്? കുറച്ച് എകരത്താണ്. ഉണ്ടോ? ഏതായാലും ഞാൻ നട്ടതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അത് എങ്ങനെയാണെന്നറിയോ? അങ്ങനെ കുറച്ച് മുകളിലാണ്. അപ്പോൾ ഞാൻ ലാഡർ വെച്ച് കയറുക. 1 2 ഇനി എനിക്ക് എൻ്റെ കൂമ്പ് പറിക്കാം. ഓക്കെ, പിടിച്ച് കൂട്ടുകാരെ, വാഴക്കൂമ്പ് പറിച്ച് എൻ്റെ ഇതിങ്ങനെ വിറ്റുന്നുണ്ടോ? ലാഡർ വെച്ചിട്ട് വെച്ചേ. ഇത് പൂവൻ വാഴയുടെ കൂമ്പാണ്. കൂമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇതല്ലേ, കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സാധനമല്ലേ. ഇതാണ് ഇന്ന് എൻ്റെ തോരൻ. അങ്ങനെ ഞാൻ നട്ട വാഴയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഏറെ സന്തോഷം. വൃത്തിക്കൊന്ന് കഴുകണം. ഞാൻ വെള്ളത്തിലിടുക, നല്ല മുറിച്ചിട്ട് വെള്ളത്തിലിടൂല. ഇത് കഴുകിയിട്ട് മുറിച്ച് എന്നിട്ട് വെളിച്ചെണ്ണ വരട്ടി വെക്കുക. അത് ഞാൻ വെള്ളത്തിലിടൂല, നല്ല വൃത്തിക്ക് കഴുകി. കൂട്ടുകാരെ, ഇന്ന് എൻ്റെ തോരൻ വാഴക്കൂമ്പാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇതിൻ്റെ 2-3 ഇതെല്ലാം നടത്തി കളയണം. ഈ കടവാതിൽ, വവ്വാലെന്ന് പറയും നമ്മുടെ നാട്ടിൽ. കടവാതിൽ എന്ന് പറയും, കൊല്ലത്ത് വവ്വാലെന്ന് പറയും. ഇത് കണ്ടോ, ഇതെല്ലാം നടത്തി കളയണം. ഈ തേന് കുടിക്കാൻ വേണ്ടി എല്ലാം വരുന്നതല്ലേ. ഇത് കൂടി നടത്തിക്കളയും. വാഴക്കൂമ്പ് തോരൻ വയ്ക്കാൻ വേണ്ടി കുറച്ച് വാഴക്കൂമ്പ്, കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് അത്ര പാട് തോരൻ വേണ്ട, ഞങ്ങൾ കുറച്ച് 2 പേരേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പില, വറ്റൽമുളക്, കുറച്ചരി, തേങ്ങ, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ഇതൊക്കെ കൊണ്ട് തോരൻ വയ്ക്കാം. തോരൻ കണ്ട, ഈ വാഴക്കൂമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ട് ഞാൻ വെള്ളത്തിലിടുന്നില്ല. വെള്ളത്തിലിടാതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതവിടെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം വയ്ക്കും. വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറിയൊന്നും കളയാതെ കഴിക്കണം എന്നാണ് പറയുന്നത്. ഓരോ കാലത്തൊരു ഇത്. പക്ഷേ അതാ വെള്ളത്തിലിട്ട് അതിൻ്റെ ഇതൊക്കെ പോവില്ല. പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ കൂമ്പിൻ്റെ ആ പോള അടത്തിയിട്ട് അതിൻ്റെ തേന് വായിൽ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊക്കെ അത് കുടിച്ചാൽ അസുഖം വരും. ഇപ്പോഴത്തെ കാലത്ത്, പണ്ടത്തെ കാലം അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വാഴക്കൂമ്പ് മുറിച്ചിട്ട് വെള്ളത്തിലൊന്നും ഇടാതെ അതിൻ്റെ പുറം കഴുകിയിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനെ ആക്കി വെച്ച് ഇങ്ങനെ ആക്കി വെക്കുക. ഇപ്പോൾ ചീനിച്ചിട്ട് നല്ലോണം ചൂടായി വരുവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വാഴക്കൂമ്പ് കുറച്ചേ ഒഴിച്ചുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ വാഴക്കൂമ്പിലേക്ക് കുറച്ച് ഇതിനെക്കാട്ടിയും കുറച്ച് അധികം ആക്കിയിട്ടുണ്ട്. അധികം എണ്ണ വേണ്ട. എണ്ണ ഒഴിച്ചാൽ അധികം ആൾക്കാരുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കും. ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചുള്ളൂ. ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടല്ലേ നമ്മൾ ഇതാക്കി വെച്ചത് വെളിച്ചെണ്ണ. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ കടുക്, കുറച്ച് അരി, അരി നല്ലോണം വരുവാണ്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി,
അരി നല്ലോണം മരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില. വരുമ്പോൾ കുഞ്ഞുള്ളി 2 കാന്താരി മുളക്, ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ചിലവരാക്കില്ല, ചിലവരാക്കും. എന്തെങ്കിലും മഞ്ഞൾ ഉപയോഗിക്കണമെന്ന് അതല്ലേ പറയുന്നത്. ഉപ്പ്, ഇത് നമ്മൾ ഇതാക്കി വെച്ച വാഴക്കൊമ്പ് അടച്ചു. വാഴക്കൂമ്പ് നല്ലോണം വെന്ത് നല്ലോണം. അതിൻ്റെ കൂടെ വാങ്ങാനാകുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടിയിടുവേ. തേങ്ങ, ഈ ജീരകമൊന്നും ഞാൻ ഒഴിക്കില്ല. എനിക്ക് ഈ തോരൻ്റെ കൂടെ ജീരകം ഒഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മുടെ കണ്ണൂർ നാട്ടിൽ നിന്ന് ഇങ്ങനെ വെച്ച് ശീലിച്ചു പോയി. അതാവാം. കുറച്ച് നല്ലോണം ആകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, കുഞ്ഞു കുട്ടിയൊക്കെ കൊടുക്കുവാണെങ്കിൽ കുരുമുളക് പൊടി വേണ്ട, അവർക്ക് എരിവ് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ എരിവുള്ള കുട്ടികളും ഉണ്ടാവും. ഇങ്ങനെ എൻ്റെ വാഴക്കൂമ്പ് തോരൻ റെഡി. ഇന്ന് ഉച്ചക്കത്തെ വാഴക്കൂമ്പ് തോരനാണ്. തീ ഓഫ് ചെയ്യും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കും. വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ അതിനെ ഇതാക്കിയത്. കറകളയാതെ വാഴക്കൂമ്പ് മുറിച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ വരട്ടി വെച്ചാൽ നല്ലോണം വെളിച്ചെണ്ണ ഉണ്ട്. കുറച്ചല്ലേ ഉള്ളൂ തോരൻ.